عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, വളരെ പ്രയാസം നിറഞ്ഞ, വളരെ ദുഃഖം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇന്ന് നാം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ പല ഭാഗത്തും മയക്കെടുതികളെ കൊണ്ട്, കാറ്റുകൊണ്ട്, ഭൂകുലുക്കങ്ങളെ കൊണ്ട് നമ്മളും നമ്മുടെ കൂട്ടുകാരും കൂടെയുള്ളവരൊക്കെയും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ശക്തമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രയാസമാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും അതിനുള്ള കാരണങ്ങൾ ഭൗതികമായി ഒരുപാടുണ്ടെങ്കിലും ഇസ്ലാം അതൊക്കെയും ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ്. എന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അവൻ്റെ മടക്കം അത് അള്ളാഹുവിലേക്കായിരിക്കണം എന്നുള്ളതാണ്. എത്ര പ്രയാസമുണ്ടെങ്കിലും അവൻ മടങ്ങേണ്ടത്, അവൻ പശ്ചാത്താപിക്കേണ്ടത്, അവൻ സഹായങ്ങളൊക്കെ തേടേണ്ടത് പടച്ച റബ്ബിനോടാണ്. മഴയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരു 3 പ്രാർത്ഥന പഠിപ്പിച്ചു തന്നതായി ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്ന് വളരെ ചുരുങ്ങിയതും ഏറ്റവും ലളിതമായ 2 വാക്കുകളെ കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ അത് കൃത്യമായി നമ്മൾ പഠിച്ചും കൊണ്ട്, അപ്പോൾ ആ ഒരു ചെറിയ പ്രാർത്ഥന അത് ശരിക്കും പഠിച്ച് അർത്ഥം മനസ്സിലാക്കി അറബിയിൽ തന്നെ പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. മറ്റു 2 ഒരല്പം ദൈർഘ്യമുള്ളതാണെങ്കിലും അത് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ പ്രയാസമാണെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അള്ളാഹുവിനോട് ആ അർത്ഥം ആ വാക്ക് നാവ് കൊണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ പ്രാർത്ഥന നിരതരായിരിക്കണം. ഒന്നാമത്തേത് മറ്റൊന്നുമല്ല, വളരെ ചെറിയതും വളരെ അർത്ഥവത്തായതുമാണ്. അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായ മഴ വർഷിക്കുന്ന സമയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ: അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ചെറിയ പ്രാർത്ഥനയാണ്. എന്താ അതിൻ്റെ ആശയം? അല്ലാഹുവേ, ഈ കോരിച്ചൊരിയുന്നതായിരിക്കുന്ന മഴ നമുക്ക് നീ നന്മയുള്ളതാക്കണമേ, ഉപകാരപ്രദമാക്കണമേ എന്നതാണ്. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും ഇത് ചൊല്ലാവുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റിയ ചെറിയ പ്രാർത്ഥന. എല്ലാവരും ഇത് ഇങ്ങനെ തന്നെ അറബിയിൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തത് കാറ്റുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ്. ശക്തമായ കാറ്റടിച്ച് വീശുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ഫീഹ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ഫീഹ വശർരി മാ ഉർസിലത് ബിഹി. എന്താ അതിൻ്റെ ആശയം? അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, ഈ കാറ്റിനാലുള്ള ഖൈറിനെ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. വഖൈറ മാ ഫീഹ, ആ കാറ്റിലുള്ള നന്മയെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഖൈറ മാ ഉർസിലത് ബിഹി, ഈ കാറ്റിനെ എന്തുകൊണ്ടാണോ നീ പറഞ്ഞയച്ചിട്ടുള്ളത്, എന്തിനു വേണ്ടിയാണോ പറഞ്ഞയച്ചിട്ടുള്ളത്, അതിൻ്റെ നന്മയെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹ, അതുപോലെ തന്നെ അല്ലാഹുവേ, ഇതിൻ്റെ ഷർറിനെ, ഈ കാറ്റിൻ്റെ ഷർറിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വശദ്ദി മാഫിഹ, അതിലുള്ള കെടുതികളെ തൊട്ട്, അതിലുള്ള ഷർറുകളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വശദ്ദി മാ ഉർസിലത് ബിഹി, എന്തിനു വേണ്ടിയാണോ ഈ കാറ്റിനെ പറഞ്ഞയച്ചിട്ടുള്ളത്, അതിനാലുണ്ടാകുന്നതായിരിക്കുന്ന കെടുതിയിൽ നിന്നും വിപത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. അപ്പോൾ ഇത്
സാധിക്കുമെങ്കിൽ ഇങ്ങനെ തന്നെ അറബിയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ ഇതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് മനമുരുകി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് വളരെയേറെ പ്രാർത്ഥനയ്ക്ക് അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാടുകളൊക്കെയും ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് നാടുകൾ തന്നെ ഈ വെള്ളപ്പൊക്കത്തിലൂടെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നമ്മുടെ കൂട്ടുകാർ വെള്ളത്തിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ അത്യാവശ്യമായൊരു സമയത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥന, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരുപാട് സ്വഹാബത്തുൽ കിറാം ശക്തമായ മഴ വർഷിച്ച് അവരുടെ നാടും വീടുമൊക്കെ വെള്ളത്തിൽ വലിച്ചു പോകാറായ സമയത്ത് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഹബീബായ നബി തങ്ങളോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ നബി തങ്ങൾ അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. അതിൻ്റെ ആശയം മറ്റൊന്നുമല്ല, അള്ളാഹുവേ, ഈ കോരിച്ചൊരിയുന്ന മഴ നമ്മുടെ മേൽ വർഷിക്കാതെ നമ്മുടെ ചുറ്റുഭാഗത്തും അതുപോലെ തന്നെ കുന്നുകളുടെ മേലും മലകളുടെ മേലും വനങ്ങളിലേക്കും നീ പറഞ്ഞയക്കണമേ എന്ന ആശയം വരുന്ന ഒരു പ്രാർത്ഥനയാണ്. ഏതാണത്? അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതിശ് ശജർ. ഈ ഒരു പ്രാർത്ഥന, ഇതും സാധിക്കുമെങ്കിൽ അറബിയിൽ തന്നെ പഠിച്ചു നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ടും കൊണ്ട് പടച്ച റബ്ബിനോട് എല്ലാ സമയങ്ങളിലും പ്രാർത്ഥിച്ചും കൊണ്ട് റബ്ബിലേക്ക് മടങ്ങണം. അതുവഴി ഇത്തരം കെടുതിയിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് അള്ളാഹുവിനോട് രക്ഷ തേടാൻ സാധിക്കും. അള്ളാഹു നമ്മളെ എല്ലാ നിലക്കുള്ള ആഫത്ത് ബല മുസീബത്തിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കാത്ത് സലാമത്തിലാക്കി തരുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം പടച്ച റബ്ബിൻ്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി സന്തോഷത്തോടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.